ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടി ആരംഭിച്ചു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി PS മോഹിത് തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിലെത്തി. ഇന്നലെയാണ് ചികിത്സയിൽ കഴിയുന്ന KP ശങ്കരദാസിന്റെ അറസ്റ്റ് SIT രേഖപ്പെടുത്തിയത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ബാക്കിയുള്ളത്? വിശദാംശങ്ങൾ. അതിന് അല്പസമയം മുൻപാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി മോഹിത് തിരുവനന്തപുരം SP ഫോർട്ട് ആശുപത്രിയിൽ എത്തിയത്. SP ഫോർട്ട് ആശുപത്രിയിൽ KP ശങ്കരദാസ് ചികിത്സയിൽ കഴിയുകയാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഈ വിധം രേഖപ്പെടുത്തിയത്. KP ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നതിൽ ഹൈക്കോടതി അടക്കം ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി SIT ആശുപത്രിയിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി. എന്നാൽ അതിന് പിന്നാലെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് SP ഫോർട്ട് മെഡിസിറ്റി ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്തി അദ്ദേഹത്തിന്റെ റിമാൻഡ് നടപടി അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിച്ചത്. പ്രോസിക്യൂട്ടർ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ എന്നിവരൊപ്പമുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റണോ അതല്ല SP ഫോർട്ടിൽ തന്നെ ചികിത്സ തുടരാൻ അനുവദിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് പിന്നീട് ഇക്കാര്യത്തിൽ ജഡ്ജി തന്നെ തീരുമാനമെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പുതിയൊരു വാർത്ത ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യുന്നുണ്ട്. രണ്ടാം കേസിലും തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് കടത്തിയ കേസിലാണ് ഇപ്പോൾ തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിയാണ് SIT തന്ത്രിയുടെ രണ്ടാം കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നേരത്തെ കട്ടിളപ്പാളി കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡി തുടരുന്നതിനിടെയാണ് രണ്ടാം കേസിലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഷഫീദ്, ആദ്യ കേസിൽ തന്ത്രിയുടെ അറസ്റ്റ്, അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാകുന്നു, ആശുപത്രിയിലാക്കുന്നു, വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ കേസിൽ കൂടി അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് തന്ത്രിയുടെ അറസ്റ്റ് ഈ രണ്ടാമത്തെ കേസിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്? നേരത്തെ നമുക്കറിയാം ഈ കട്ടിളപ്പാളി കേസിൽ നിലവിൽ എന്തൊക്കെയാണോ കുറ്റങ്ങൾ തന്ത്രിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ട് അടക്കം പറഞ്ഞ കുറ്റങ്ങൾ അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും SIT ആരോപിക്കുന്നത്. മാത്രവുമല്ല ഈ കേസിൽ അറസ്റ്റ് വൈകാനുള്ള കാരണം കാലാവധി അല്ലെങ്കിൽ കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ടാണ്. മാത്രവുമല്ല ആദ്യ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച്, അതായത് ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തന്ത്രിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയത്. മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്കുള്ള ബന്ധം, സാമ്പത്തിക ഇടപാട്, കൂടാതെ തന്ത്രിയുടെ പേരിലുള്ള ആസ്തി വിവരങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തണമെന്നുള്ളതാണ് SIT നിലപാട്. SIT അക്കാര്യത്തിൽ വിവരശേഖരണവും അന്വേഷണവും പരിശോധനയും ഒക്കെ നടത്തി വരുന്നതിനിടെയാണ് ഇപ്പോൾ രണ്ടാം കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2019 ശബരിമലയിലെ ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അത് അടർത്തിയെടുത്തുകൊണ്ട് അത് അവിടെ നിന്ന് കൊണ്ടുപോയി പാളികൾ വേർതിരിച്ചെടുത്ത് അതിൽ സ്വർണം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾക്ക് വിട്ടു നൽകിയതിലെ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങളാണ് തന്ത്രി കണ്ഠര രാജീവരുടെ പേരിൽ രണ്ടാമത്തെ കേസിലും ആരോപിക്കുന്നത്. എന്നാലും ഈ വിഷയത്തിൽ തന്ത്രിയുടെ കസ്റ്റഡി അനിവാര്യമാണ്. തന്ത്രിയുടെ കസ്റ്റഡിക്കായി അന്വേഷണ സംഘം വീണ്ടും നീങ്ങും. മാത്രവുമല്ല അദ്ദേഹത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയിലുമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിലും തന്ത്രിയുടെ അറസ്റ്റ് ഇപ്പോൾ SIT രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം കഴിയുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ റിമാൻഡ് നടപടികളും ഇപ്പോൾ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.